എല്ലുകളുടെ ശക്തിക്ക് വേണ്ടിയാണ്. അതുപോലെ ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ പോലുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ചേർക്കുന്നത് കുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ രക്തചംക്രമണത്തിനൊക്കെ വേണ്ടി, രക്തപോഷകത്തിന് വേണ്ടിയൊക്കെയാണ് ഫോളിക് ആസിഡുകളും അയഡിനും അയേണും വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ തുടങ്ങിയ സാധനങ്ങൾ ചേർത്തുള്ള ഉൽപ്പന്നങ്ങൾ നോക്കി വാങ്ങുക. എഫ് ലോഗോയുള്ള വസ്തുക്കൾ പാക്കറ്റുകൾ നോക്കി വാങ്ങിയാൽ നമ്മുടെ ആരോഗ്യത്തിന് മെച്ചമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 2025 ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കണം. ഭക്ഷണം നമുക്കറിയാം, ഭക്ഷണത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കൃത്രിമ നിറങ്ങളും ഇതൊക്കെ ചേർത്തുകൊണ്ട് ലാഭക്കൊതിയന്മാർ നമ്മുടെ ആളുകളെ രാസവസ്തുക്കളൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. 2025 നമുക്ക് മായമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കണം. അതിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ മാജിക്കാണ്, ഒരു കാർഡ് മാജിക്കാണ്. നമുക്ക് 1-0 നമ്മളെല്ലാവരും, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കേവലം കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഇതല്ല. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ മായം ചേർന്ന് ഒരു വസ്തുവിന്റെ ഉൽപാദനം മുതൽ അത് ഉപഭോഗം വരെയുള്ള കാര്യങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തോടെ എങ്ങനെ ഇതിനെ ഇല്ലാതാക്കാം, ചെറുതാക്കി കൊണ്ടുവരാം. 5 കാർഡുകളാണ് വലിയത്. 1, 2, 3, 4, 5 5 കാർഡുകൾ. ഇത് എങ്ങനെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയിലൂടെ ചെറുതാകുന്നു. ശ്രദ്ധ, നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയുണ്ടായാൽ എങ്ങനെ നമുക്ക് നമ്മുടെ മായമില്ലാത്ത നല്ല ഭക്ഷണം കിട്ടും. യെസ്, വെരി ഗുഡ്. നമ്മുടെ നിതാന്ത ജാഗ്രതയുണ്ടെങ്കിൽ എങ്ങനെ ഭക്ഷണത്തിലെ മായത്തിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാം. നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ച് നമുക്ക് കിട്ടുന്ന ഭക്ഷണം മായമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം കിട്ടും. അതാ നമ്മുടെ നിതാന്ത ജാഗ്രത വേണം. നിങ്ങളിപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും മായമില്ലാത്ത, കളങ്കമില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കിട്ടും. യെസ്, താങ്ക് യു. നമുക്ക് നല്ല മായമില്ലാത്ത ഭക്ഷണം കിട്ടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത 1-2 ഇനം കൂടി അവതരിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇവിടെ ഞാൻ 3 വ്യത്യസ്ത, നമുക്കറിയാം രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നില്ല. ഭക്ഷ്യവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ബാക്ടീരിയകൾക്കും വൈറസുകൾക്കൊന്നും തന്നെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അന്തരമില്ല. ഇവിടെ ഞാനൊരു സോഷ്യലിസമാണ് പരിഗണിക്കുന്നത്. ഇവിടെ 3 വ്യത്യസ്ത നീളത്തിലുള്ള 3 കഷ്ണം കയർ. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ്. പക്ഷേ കൊറോണ എന്ന വൈറസ് വന്നപ്പോ ഡൽഹിയിൽ അമിതാഭ് ബച്ചന്റെ വീട്ടിലും വന്നു, മലപ്പുറത്ത് ഇങ്ങനെയിരിക്കുന്ന പാവപ്പെട്ടവരുടെ വീട്ടിലും വൈറസ് വന്നു. വൈറസിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എങ്ങനെ സമന്മാരാണ് നോക്കാം. റൈറ്റ്, അതുകൊണ്ട് രോഗം വന്ന എല്ലാവരും തുല്യരാണ്. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചണിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരിനം കൂടി അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് മഞ്ചേരി
ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അവസരം കിട്ടിയതിൽ അത്യധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത പൂർണ്ണിമ മാഡം, ഫുഡ് ഇൻസ്പെക്ടർ ഇവിടെയുണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി. ഈ പ്രോഗ്രാമിൽ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ നാടൻ പാട്ട് അവതരിപ്പിച്ചത് കൈരളി TV ഫെയിം മിസ്റ്റർ വിനീഷ് മണിയൂരാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ലഘു നാടകം അവതരിപ്പിച്ചത് റഞ്ജു വട്ടോളി ആൻഡ് ഹൈജാസ് വട്ടോളി. എന്നെ ഈ മാജിക്കിൽ സഹായിക്കുന്ന മിസ്റ്റർ ഷൈബു ഉണ്ട്. ഷൈബു നന്ദി രേഖപ്പെടുത്തി പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൈ ഫേവറേറ്റ് ചൈനീസ് ലിങ്കിങ് ഡ്രിങ്ക്. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചൊന്നായി അണിചേരണം. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കൃത്രിമം ചേർക്കുന്നവരെ പിടിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചണിചേർന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നമുക്ക് ലഭ്യമാകും. സുരക്ഷിതമായ ഭക്ഷണവും സുരക്ഷിതമായ ജലവും നമുക്ക് ലഭ്യമാക്കുന്നത് ഇതാണ്. പഴകിയതും അതുപോലെ തന്നെ മലിനമായതുമായ ഭക്ഷണവും രോഗത്തിന്റെ താവളമാണ്. അങ്ങനെ രോഗമില്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈ ഫേവറേറ്റ് ചൈനീസ് ലിങ്കി.